യുദ്ധം, സാലറി കട്ട്, പിരിച്ചുവിടൽ. എന്താണ് ദുബായ് ജോബ് മാർക്കറ്റിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഹബീബി, കം ടു മൈ ചാനൽ. ദുബായ് കോടിക്കണക്കിന് ആളുകളുടെ ഒരു ഡ്രീം സിറ്റി ആയിരുന്നു. ഹൈ പെയ്ഡ് സാലറി, ഗ്രോയിങ് എക്കോണമി, ടാക്സ് ഫ്രീ ഇൻകം, അങ്ങനെ പലതരം. പിന്നെ അൾട്ടിമേറ്റ്ലി ലക്ഷറി ലിവിങ് ലൈഫ് സ്റ്റൈൽ. എന്നാൽ 2026 ഫെബ്രുവരി വരെ ഇത് കറക്റ്റ് ആയിരുന്നു. പക്ഷേ ഫെബ്രുവരി 28 ശേഷം കാര്യങ്ങൾ കൈമറിഞ്ഞു പോയി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മിഡിൽ ഈസ്റ്റ് ഒരു യുദ്ധഭൂമിയായി മാറി. അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് UAE അല്ലെങ്കിൽ ദുബായിയുടെ എക്കണോമിയെ തന്നെയാണ്. കേട്ടതൊക്കെ ശരി തന്നെയാണ്. ഈ ഒരു വാറ് ദുബായിയുടെ എക്കണോമിയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പല കമ്പനികളും ലേ ഓഫ് സ്റ്റേജിലാണ്. കമ്പനികൾ എംപ്ലോയീസിനെ വെട്ടിക്കുറച്ചു, എംപ്ലോയിയുടെ എണ്ണം വെട്ടിക്കുറച്ചു. കൂടാതെ സാലറി കട്ട് ഓഫാണ്. 30 to 40% വരെ പല കമ്പനികളിലും എംപ്ലോയിയുടെ സാലറി കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഫോഴ്സ്ഡ് അൺപെയ്ഡ് ലീവ്, അതായത് കമ്പനി എംപ്ലോയിയോട് ഒരു നിശ്ചിത ടൈമിലേക്ക് അൺപെയ്ഡ് ലീവിൽ പോകാൻ പറയുന്നുണ്ട്. കാരണം ഈ വാറ് എക്കണോമിയെ നന്നായി അഫക്റ്റ് ചെയ്തതുകൊണ്ട് ഈ പറഞ്ഞ പല മേഖലകളും, അതിനകത്തിൽ എടുത്തു പറയേണ്ട മേഖല എന്ന് പറയുന്നത് ടൂറിസം, റിയൽ എസ്റ്റേറ്റ്. ഈ രണ്ട് മേഖലയായിരുന്നു UAEയുടെ പ്രധാന ഇൻകം സോഴ്സ്. ഈ രണ്ട് മേഖലയിലുള്ള കമ്പനികളുടെയും ബിസിനസ് സാരമായി ബാധിച്ചു. അതുകൊണ്ട് തന്നെ പല ടൂറിസം സെക്ടറിലുള്ള പല ഹോട്ടലുകളായിക്കോട്ടെ, ട്രാവലിംഗ് ഏജൻറ്റുകളായിക്കോട്ടെ, ഇവരെല്ലാവരും എംപ്ലോയീസിനെ കട്ട് ചെയ്യുകയും എംപ്ലോയീസിനെ ലേ ഓഫ് ചെയ്യുകയും സാലറി കട്ട് ചെയ്യുകയും അല്ലെങ്കിൽ അൺപെയ്ഡ് ലീവിലേക്ക് പോകാൻ പറഞ്ഞു. റിയൽ എസ്റ്റേറ്റിലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു യുദ്ധം ശരിക്കും എഫക്റ്റ് ചെയ്തിരിക്കുന്നത് ലോജിസ്റ്റിക് മേഖലയിലാണ്. ഷിപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരുപാട് നമുക്കറിയാം ഹോർമുസ് വഴിയാണ് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നും മിഡിൽ ഈസ്റ്റിലേക്കുമുള്ള കപ്പൽ മാർഗമുള്ള ഷിപ്പിംഗ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ആഫ്റ്റർ ദ വാർ ഹോർമുസ് വഴിയുള്ള ഷിപ്പിംഗ് പഴയ പോലെ നടക്കുന്നില്ല, അല്ലെങ്കിൽ നടന്നാൽ തന്നെ വളരെ തുച്ഛമായ രീതിയിലുള്ള ഷിപ്മെൻറ്റുകളെ പോകുന്നുള്ളൂ, കൺസൈൻമെൻറ്റുകളെ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് കമ്പനികൾ ഷിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലയിലുമുള്ള കമ്പനികളിലും വളരെ രീതിയിലുള്ള വളരെ ഹാർഡായിട്ട് തന്നെയുള്ള ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് ഈ കമ്പനികൾ നേരിടുന്നത്. അതുപോലെ തന്നെ ടൂറിസം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൂറിസം, എയർലൈൻസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യുദ്ധത്തിന് ശേഷം ഈ ഒരു ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്റ്റേജ് പോലും ഇന്ത്യയിൽ നിന്നുള്ള പല പ്രമുഖമായിട്ടുള്ള എയർലൈൻസ് പോലും സർവീസുകൾ നടത്തുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫ്യൂവൽ പ്രൈസാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരു എയർലൈൻ ഒരു ദുബായിലോ അല്ലെന്നുണ്ടെങ്കിൽ GCCയിലുള്ള, ദുബായ് വിട്ടിട്ട് GCCയിലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തോട്ട് അവരുടെ സർവീസ് നടത്തിയാൽ ഈ ഒരു പർട്ടിക്കുലർ രാജ്യത്ത് ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവിടുന്ന് തിരിച്ച് ഫ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഫ്യൂവൽ ടാങ്ക് ഫില്ല് ചെയ്തിട്ട് വേണം തിരിച്ച് ബാക്ക് ടു ഇന്ത്യ ഫ്ലൈ ചെയ്യാൻ. അവർ തിരിച്ച് ഇവിടെ എത്തിക്കഴിയുമ്പം ഫ്യൂവൽ ഫില്ല് ചെയ്യണം. അതിനുള്ള കോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഫ്യൂവൽ കോസ്റ്റ് ഭീകരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ എയർലൈനുകൾക്ക് ഈ ഒരു ഫ്യൂവൽ കോസ്റ്റ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഈ ഒരു എയർലൈൻ കമ്പനികൾ ഇന്ത്യയിൽ നിന്നുള്ള സർവീസുകൾ നിർത്തലാക്കിയത്. ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇവിടുന്ന് പ്രോപ്പറായിട്ടുള്ള ഫ്ലൈറ്റ് സർവീസ് ഇന്ത്യയിലേക്ക് നടത്തുന്നത് UAE ബേസ് ചെയ്തിട്ടുള്ള കമ്പനികളാണ്. ലൈക്ക് എമിറേറ്റ്സ്, എത്തിഹാദ്, എയർ അറേബ്യ, ഫ്ലൈ ദുബായ്, ഇതുപോലെയുള്ള കമ്പനികൾ മാത്രമാണ് പ്രോപ്പറായിട്ടുള്ളൊരു സർവീസ് നടത്തുന്നത് തന്നെ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി, ശരിക്കും ദുബായിയുടെ ഒരു എക്കണോമി അല്ലെങ്കിൽ UAEയുടെ ഒരു എക്കണോമിയുടെ ഒരു വലിയൊരു ഫിനാൻഷ്യൽ ഫങ്കും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിൽ നിന്നും ഇന്ത്യയിൽ നിന്നും റഷ്യയിൽ നിന്നും പാകിസ്ഥാനികളിൽ നിന്നുമുള്ള ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ UAEയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ഒരു എക്കണോമിയുടെ ഏറ്റവും വലിയൊരു ഫണ്ടിങ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ആഫ്റ്റർ ദ വാർ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് ഭീമമായിട്ട് തന്നെ താഴോട്ട് പോയിട്ടുണ്ട്. യൂറോപ്യൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറച്ചു, ഇന്ത്യൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറച്ചു. അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ പരിമിതപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഈ ഒരു ബൂമിംഗ് ആയിട്ടുള്ളൊരു റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി നന്നായിട്ട് താഴെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫണ്ടിങ് വളരെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കമ്പയർ ടു ബിഫോർ വാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് എക്കണോമിയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ലേ ഓഫിലേക്ക് വന്നു കഴിഞ്ഞാൽ കമ്പനി സ്റ്റാഫ് സ്ട്രെങ്ത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പം റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, ടൂറിസം ആയിക്കോട്ടെ, ഹോസ്പിറ്റാലിറ്റി ആയിക്കോട്ടെ, ഇനി മറ്റുള്ള ഇൻഡസ്ട്രികളായിക്കോട്ടെ, ഏതൊരു ഇൻഡസ്ട്രി എടുത്താലും കമ്പനി സ്റ്റാഫ് സ്ട്രെങ്ത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാര്യം ഈ ഒരു വാർ ഇതുവരെയും നിന്നിട്ടില്ല. ഒരു 25 ഡേയ്സോളം നമുക്ക് ഈ ഒരു അറ്റാക്ക് ഉണ്ടാവാതിരുന്നൊരു സാഹചര്യമായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീണ്ടും അറ്റാക്കുകൾ സംഭവിച്ചു. അത്
അത് വീണ്ടും ഈ ഒരു ഇവിടുത്തെ ഒരു എക്കോണമി അല്ലെങ്കിൽ ഒരു അവസ്ഥയെ വീണ്ടും പാനിക് ആക്കുന്ന ഒരു അവസ്ഥയായിരുന്നു വന്നത്. ബാക്ക് ടു നോർമലൈസ് ആയിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് വീണ്ടും നമ്മൾ പാനിക്കായി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ശരിക്കും അതുകൊണ്ട് തന്നെ വീണ്ടും കൂടുതൽ കമ്പനികൾ ലേ ഓഫ് എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് പോകുന്നുണ്ട്. അതായത് കമ്പനി സ്റ്റാഫിൻ്റെ എണ്ണം കുറയ്ക്കുക. അതായത് സപ്പോസ് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ, ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ അവിടെ മൾട്ടിപ്പിൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൽ കമ്പനി ചെയ്യുന്നത് അത് ഒരു 10 പേരുണ്ടെങ്കിൽ അതിനെ വെട്ടിക്കുറച്ച് 5 ആക്കിയിട്ട് ഈ 10 പേരുടെ ജോലി 5 പേരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇത് എല്ലാ മേഖലയിലും, ഇപ്പോൾ ടൂറിസം കമ്പനി ആയിക്കോട്ടെ, ഒരു പിന്നെ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആയിക്കോട്ടെ, ലോജിസ്റ്റിക് കമ്പനി ആയിക്കോട്ടെ, അവർ ചെയ്യുന്നത് 10 പേര് ചെയ്യേണ്ട ജോലിയെ വെട്ടിക്കുറച്ച് 5 പേരെ ലേ ഓഫ് ചെയ്തിട്ട് ബാക്കി 5 പേരെ കൊണ്ട് 10 പേരെ ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അത് കമ്പനിയുടെ നിലനിൽപ്പിന് കമ്പനിക്കും അതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്റ്റാഫിനെ അക്കോമഡേറ്റ് ചെയ്ത് അവർക്ക് സാലറി കൊടുത്ത് മുന്നോട്ട് പോകാൻ കമ്പനിക്ക് സാധിക്കാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് സാലറി കട്ട്. അതായത് ഇപ്പോൾ ഈ ലേ ഓഫ് കഴിഞ്ഞു, ലേ ഓഫിന് ശേഷമുള്ള കമ്പനിയിൽ സ്റ്റേ ബാക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ സാലറി കട്ട് ചെയ്യുന്നുണ്ട് കമ്പനി. അതായത് ഒരു 20-40% വരെ അവരുടെ ഒരു സാലറി കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സാലറി കട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രവാസികളും ഇപ്പം ഫാമിലിയായിട്ട് താമസിക്കുന്നവരുണ്ടാവും. കുട്ടികൾ എഡ്യൂക്കേഷൻ, റെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സാലറിയിൽ നിന്ന് ബാലൻസ് ചെയ്തായിരിക്കും പോകുന്നത്. അതിൽ നിന്നൊരു ചെറിയ എമൗണ്ട് ആയിരിക്കും ഇവർ സേവിങ്സ് എന്നുള്ള രീതിയിൽ മാറ്റി വെക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഈ ഒരു സാലറി കട്ടോടെ വരുന്നതിന് ശേഷം അവരുടെ സാലറിയിൽ നിന്നൊരു 20-40% സാലറി കട്ടാവുമ്പം നമ്മളുടെ ആ ഒരു ഫിനാൻഷ്യൽ, അതായത് ഇൻഡിവിജ്വൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പല ഫാമിലീസും കുട്ടികളെ നാട്ടിലേക്ക് തിരിച്ചു വിടുന്നുണ്ട്. കാര്യം ഇവിടെ അവരുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതെ ഫാമിലിയെ തിരിച്ചു വിട്ടിട്ട് ഹസ്ബൻഡ് മാത്രം ഏതെങ്കിലും ഒരു ബെഡ് സ്പേസോ അല്ലെന്നുണ്ടെങ്കിൽ പാർട്ടീഷനിലോ അല്ലെങ്കിൽ ഷെയറിംഗ് റൂമിലോട്ടൊക്കെ മാറേണ്ട അവസ്ഥയാണ്. കാര്യം ഇവർക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഫിനാൻഷ്യലി നമുക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റേജാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഇതൊക്കെ പറയുന്നതിൻ്റെ മെയിൻ കാരണം, നിങ്ങൾ നാട്ടിൽ നിന്ന് വരാൻ ആലോചിക്കുന്നവർ ഈ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ കുറച്ചൊന്ന് ആലോചിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് കയറി വരുന്നതായിരിക്കും നല്ലത്. പണ്ട് ഞാൻ ഒരു ഫെബ്രുവരിക്ക് മുമ്പ് ഞാൻ പറയുമായിരുന്നു നിങ്ങൾ ധൈര്യമായിട്ട് കയറി പോരെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. എക്കണോമി വളരെ മോശപ്പെട്ടൊരവസ്ഥയിലാണ്. ബുദ്ധിമുട്ടാണ് പിടിച്ചു നിൽക്കാൻ. ഇവിടെയുള്ളവർ, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളെല്ലാവരും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലും നെട്ടോട്ടത്തിലുമാണ്. പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ UAE, ദുബായ് എക്സ്പെഷ്യലി ഒരുപാട് ക്രൈസിസിലൂടെ തിരിച്ചു വന്നിട്ടുള്ള ഒരു ചരിത്രം ഈ ഒരു രാജ്യത്തിനുണ്ട്. അതായത് 2008 സാമ്പത്തിക മാന്ദ്യം വന്നു, എല്ലാവരും തീർന്നു പോയി എന്ന് പറഞ്ഞ ഒരു രാജ്യം 2010 ബുർജ് ഖലീഫ ലോഞ്ച് ചെയ്തിട്ടാണ് വന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം. അതേപോലെ തന്നെ 2021 കോവിഡ് വന്നു. കോവിഡിന് ശേഷം ഏറ്റവും ആദ്യം റിക്കവർ ചെയ്ത് വന്നൊരു സിറ്റിയാണ് ദുബായ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 2024 വലിയൊരു ഫ്ലഡ് വന്നു. 75 വർഷത്തിന് ശേഷം UAE അല്ലെങ്കിൽ ദുബായ് ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു ഫ്ലഡാണ്. ആ ഫ്ലഡിനെ ഓവർകം ചെയ്ത് തിരിച്ചു വന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വാറിനെ ഇതിനെയും ഓവർകം ചെയ്ത് ഈ ഒരു രാജ്യം തിരിച്ചു വരും. പക്ഷെങ്കിൽ അതിനൊരു ടൈം എടുക്കും. ആ ഒരു ടൈം ഫ്രെയിമിൽ നമ്മൾ സർവൈവ് ചെയ്ത് ഈ രാജ്യത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെയുള്ളവർ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ച് കയറി വരുന്നവർ നിങ്ങൾ ചിന്തിക്കുക, പേ സ്കെയിൽ കുറഞ്ഞു, ഭീകരമായിട്ട് പേ സ്കെയിലുകൾ കുറഞ്ഞു. അതായത് 10,000 ദിർഹംസൊക്കെ സാലറി എടുത്തുകൊണ്ടിരുന്ന ഒരു പ്രൊഫഷനിലുള്ളൊരു പ്രൊഫഷണൽ ഇപ്പം സാലറി എടുക്കുന്നത് 4,000, 3,000, 5,000 ദിർഹംസൊക്കെയാണ്. പകുതി സാലറി കുറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾ കയറി വരുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം കയറി വരാൻ. ഇപ്പം നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ മേഖലയാണ്, ഏതൊക്കെ ഇൻഡസ്ട്രീസാണ് ഇപ്പം സേഫായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, ഓഫ് കോഴ്സ് ഞാൻ ആദ്യം പറയുന്നത് തന്നെ ഹെൽത്ത് കെയർ മേഖലയാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ദുബായിൽ ഏറ്റവും കൂടുതൽ സേഫായിട്ടുള്ളൊരു ഇൻഡസ്ട്രി. നിങ്ങളൊരു നേഴ്സാണോ, നിങ്ങളൊരു ഡോക്ടറാണോ, നിങ്ങളൊരു ലാബ് ടെക്നീഷ്യനാണോ, അല്ലെങ്കിൽ നിങ്ങളൊരു മെഡിക്കൽ ടെക്നീഷ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറി വരാൻ നിങ്ങൾക്ക് ഇപ്പോഴും സാധ്യത ഇവിടെയുണ്ട്. പക്ഷെങ്കിൽ സാധ്യത ഉണ്ടെങ്കിലും സാലറി സ്കെയിൽ മുമ്പത്തെ അത്രയും സാലറി സ്കെയിൽ ഇല്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. സാലറി സ്കെയിൽ കുറവാണ്, പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. പക്ഷെങ്കിൽ നേരത്തെ ഒരു 5,000, 6,000, ഒരു 6,000 വരെ 7,000 സാലറിയൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു നേഴ്സാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഫ്രഷറാണെങ്കിൽ നിങ്ങൾക്കൊരു 3 to 5 ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നത്. അത്രയും സാലറിയൊക്കെ ഒരു സാലറി ബാർ അവർ കുറച്ചിട്ടുണ്ട്. സാലറി സ്കെയിലിനകത്ത് കുറവ് വന്നിട്ടുണ്ട്. പിന്നീട് ഉള്ള രണ്ടാമത്തെ ഒരു ഡിമാൻഡായിട്ടുള്ള അല്ലെങ്കിൽ ജോലി പിടിച്ചു നിൽക്കാൻ സാധ്യതയുള്ള ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ AI ടെക്നോളജിയാണ്. AI-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നോളജി ഇൻറ്റിഗ്രേറ്റ് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സാധ്യത ഇപ്പം നിലവിലൂടെ ഉണ്ട്.
പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സർവീസുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ, അക്കൗണ്ടൻ്റ് ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കും സാധ്യതയുണ്ട്. കാര്യം എത്ര ക്രൈസിസ് വന്നാലും ബാങ്കിങ്ങും കാര്യങ്ങളും ഒക്കെ പ്രോപ്പറായിട്ട് പോകണം. അപ്പോൾ ആ ഒരു ബാങ്കിങ്ങിൻ്റെ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലി വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾക്കും കുറച്ച് സാധ്യത ഇപ്പോൾ ഉണ്ട്. അതായത് ഈ പറഞ്ഞതിൽ മൂന്നാമത്തെ പൊസിഷനിലാണ് നിങ്ങളുള്ളത്. നിങ്ങൾക്കും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ തട്ടിമുട്ടിയൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഞാനീ പറഞ്ഞ 3 മേഖലയിലുള്ള ആളുകൾക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ ചെറിയ കണ്ടന്റ് ക്രിയേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇങ്ങനെയൊക്കെയുള്ള കമ്പനികളിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഹൈ കോമ്പറ്റീഷനാണ്, വലിയ പാടാണ്, വലിയ ബുദ്ധിമുട്ടാണ് പിടിച്ച് നിൽക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ചിന്തിച്ച് ആലോചിച്ച് തീരുമാനം എടുത്തേ നിങ്ങൾ തിരിച്ച് കയറി വരാവൂ. പിന്നെ നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, നന്നായിട്ട് നെറ്റ്വർക്ക് ഉണ്ടാക്കി ഇവിടുത്തെ ഒരു മാർക്കറ്റ്, ജോബ് മാർക്കറ്റിനെ കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഈ ഒരു സ്റ്റേജ്, ഈ ഒരു ഇപ്പുറത്തെ ഒരു പീക്കായിട്ടുള്ളൊരു ക്രൈസിസ് സ്റ്റേജിൽ നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ നന്നായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ദൈവത്തോർത്ത് കയറി വന്നാൽ മതി. ഇല്ലെങ്കിൽ ഇവിടെ വന്ന് പെട്ടുപോകും നിങ്ങൾ. ഇനി UAE അല്ലെങ്കിൽ ദുബായിയുടെ ഒരു ഫ്യൂച്ചറായിട്ടുള്ളൊരു ജോബ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഉണ്ടാവും, ഫ്യൂച്ചർ വരും. പക്ഷെങ്കിൽ അതിന് യുദ്ധം നിൽക്കണം, എക്കണോമി വീണ്ടും പഴയ പോലെ നോർമലൈസ് ആവണം, എയർലൈനുകൾ പഴയ പോലെ തന്നെ സർവീസുകൾ നടത്തണം, ടൂറിസം വരണം, അതുപോലെ റിയൽ എസ്റ്റേറ്റ് വീണ്ടും തിരിച്ച് കയറി വരണം, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് ഷിപ്മെൻറ്റുകൾ വീണ്ടും പോയി തുടങ്ങണം, ഹോർമൂസ് വീണ്ടും ഓപ്പൺ ചെയ്യണം. അതായത് 2026 ഫെബ്രുവരി 28 മുമ്പ് എങ്ങനെയായിരുന്നു UAE അതേ അവസ്ഥയിലേക്ക് തിരിച്ച് റിക്കവർ ചെയ്ത് വന്നാൽ വിത്തിൻ മന്തിനുള്ളിൽ UAE തിരിച്ചു വരും. അത് UAEയുടെ ചരിത്രമാണ്. ഇതെല്ലാം ഈ പറഞ്ഞില്ലേ, കാര്യം യുദ്ധം ഒന്ന് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, യുദ്ധം ഒന്ന് നിന്ന് കഴിഞ്ഞാൽ, ഇറാനും അമേരിക്കയും കൂടെ ചേർന്ന് ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ വിത്തിൻ മന്ത്സിനുള്ളിൽ UAE ബാക്ക് ടു നോർമലാവും. അത് UAE തെളിയിച്ചിട്ടുള്ളതാണ്. അത് UAEയുടെ മുൻകാലങ്ങളിൽ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യം തിരിച്ചു കയറി വരും. അവർ ഒറ്റ പ്രതീക്ഷയിലാണ്. ഈ രാജ്യത്തെ ഇപ്പോഴും ട്രസ്റ്റായിട്ട്, ഈ രാജ്യത്തെ ഇപ്പോഴും നിലനിൽക്കുന്ന, ഈ രാജ്യത്തിന് വേണ്ടി ഈ ഒരു ക്രൈസിസ് സമയത്തും ഈ രാജ്യത്തിനൊപ്പം ഇവിടെ ആളുകൾ നിൽക്കുന്നതിൻ്റെയും മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ചരിത്രം എങ്ങനെയാണ്, തിരിച്ച് ഏതൊക്കെ ബുദ്ധിമുട്ടും പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് നമ്മൾ തിരിച്ച് കയറി വരും. ആ ഒരു കോൺഫിഡൻസ് ഈ രാജ്യത്തുണ്ട്. ഈ രാജ്യത്ത് നിൽക്കുന്ന നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് തരുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, UAE മാർക്കറ്റ്, ജോബ് മാർക്കറ്റ് ഇപ്പം വളരെ ശോകമായൊരവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയിൽ നിങ്ങളാരും ഇങ്ങോട്ട് കയറി വരാൻ ശ്രമിക്കരുത്. ഞാൻ ഈ പറഞ്ഞ 3 ഇൻഡസ്ട്രി അല്ലെങ്കിൽ 3 മേഖലയിലുള്ള ഒരാളല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് കയറി വരാൻ ശ്രമിക്കരുത്. നിങ്ങൾ നാട്ടിൽ തന്നെ ഇപ്പോൾ ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യുക. അതിനുശേഷം ഇതൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടൈം ഡ്യൂറേഷൻ പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ അറ്റ് പ്രസൻറ്റ് യുദ്ധം ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ, സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പക്ഷെങ്കിൽ വിത്തിൻ 1 ഇയറിനുള്ളിൽ, ഈ വർഷം നോക്കണ്ട, നെക്സ്റ്റ് 2027 മിഡോടുകൂടിയൊക്കെ ബാക്ക് ടു നോർമലൈസ് ആയിട്ട് നിങ്ങൾക്ക് തിരിച്ച് കയറി വരാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഒഫീഷ്യലി യുദ്ധം സ്റ്റോപ്പായിട്ട് വീണ്ടും ബാക്ക് ടു നോർമലൈസ് ആവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മസലാമ.